നമസ്കാരം. ബെസ്റ്റ് മീഡിയ ട്രാക്ക് ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇക്കാഴ്ച 6ലെ ആദ്യത്തെ പാഠഭാഗമാണ് അകാൽമേ സാരസ്. ഇതൊരു കവിതയാണ്. ഈ കവിതയിൽ നിന്നും വരുന്ന ടെസ്റ്റ് വർക്കും ക്വസ്റ്റ്യൻ ആൻസറാണ് ഇവിടെ കൊടുക്കുന്നത്. പാഠപുസ്തകത്തിൽ നിന്നും വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. दान की सूखी पत्तियों की गंध से किसका ആവാസ് होता है? ദാൻ അർത്ഥം നെല്ല്. നെല്ലിൻ്റെ ഉണങ്ങിയ ഇലകളുടെ ഗന്ധം എന്നതിൽ നിന്നും എന്താണ് തോന്നുന്നത്? ഉത്തർ വർഷ ന ഹോനെ കെ കാരണം താലാബ് സബ് സൂഖ് ഗയേ. മഴയില്ലാത്തത് കാരണം കുളങ്ങളും മറ്റും വറ്റി. ഖേത്തോ മേ ദാൻ കെ പോതെ ഗർമി സെ സൂഖ് ഗയേ. വയലുകളിൽ നെൽച്ചെടികളും ചൂടുകൊണ്ട് ഉണങ്ങി. पानी की गोज में आए सारस പക്ഷിयों को നിരാശ होकर लौटना पड़ता है. വെള്ളമന്വേഷിച്ചെത്തിയ സാരസ പക്ഷികൾക്ക് നിരാശയോടെ മടങ്ങേണ്ടി വരുന്നു. वे पानी की जगह दान की सूखी पत्तियों की गंध लेकर लौट जाते हैं. അവർ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് ഉണങ്ങിയ നെൽച്ചെടികളുടെ ഗന്ധവും തേടിക്കൊണ്ട് മടങ്ങുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. സാരസോനെ ജൽബർ കട്ടോരേക്കോ ക്യൂ നാ ദേക്കാ ഹോഗാ. സാരസപക്ഷികൾ എന്തുകൊണ്ടായിരിക്കും വെള്ളം നിറച്ച കിണ്ണം കാണാതിരുന്നത്? കട്ടോരെ കിണ്ണം, എ ബോൾ. ഉത്തർ സാരസോം കോ മാലൂം നഹീ താക്കി നീച്ചെ ലോക് രഹത്തെ ഹെ. സാരസപക്ഷികൾക്ക് ഭൂമിയിൽ ആളുകൾ വസിക്കുന്ന വിവരം അറിയില്ലായിരുന്നു. ഉൻകി ദൃഷ്ടി ജലാശയോം കോ ഡൂണ്ട്തി തി. അവരുടെ ദൃഷ്ടി ജലാശയങ്ങളാണ് തിരഞ്ഞുകൊണ്ടിരുന്നത്. ഉൻകെ മൻ മേ കേവൽ പ്രാകൃതിക ജലസ്രോത് ഹി തേ. അവയുടെ മനസ്സിൽ കേവലം പ്രകൃതിദത്തമായ ജലസ്രോതസ്സുകളായിരുന്നു. ഇസ്ലിയെ ഉൻഹോനെ ജൽബർ കട്ടോരേക്കോ നഹി ദേക്കാ ഹോഗാ. അതുകൊണ്ടാവും അവ വെള്ളം നിറച്ച കിണ്ണം കാണാതിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സാരസോനെ ജാത്തെ ജാത്തെ ഷഹർ കി ഓർ ക്യൂ മുഡ്കർ ദേക്കാ ഹോഗാ. പറന്നു പോകുന്നതിനിടയിൽ പക്ഷികൾ എന്തുകൊണ്ടാണ് തിരിഞ്ഞ് പട്ടണത്തിലേക്ക് നോക്കിയത്? ഉത്തർ ഷഹർ സബി തരഹ് കെ പ്രദൂഷൺ കാ ശിക്കാർ ഹെ. പട്ടണം എല്ലാവിധത്തിലുമുള്ള മലിനീകരണത്തിന് ഇരയാണ്. പ്രദൂഷിത് ഷഹർ കി ദയനീയ സ്ഥിതി കോ ദേഖ് കർ സാരസോനെ ഏസാ കിയ. മലിനമായ പട്ടണത്തിൻ്റെ ദയനീയ അവസ്ഥ കണ്ടിട്ടാണ് സാരസ പക്ഷികൾ അങ്ങനെ ചെയ്തത്. അടുത്തത് ടെസ്റ്റ് വർക്കാണ്. തുലന കരേം, താരതമ്യം ചെയ്യുക. 3 ബജേ ദിൻ മേം ആഗയെ വേ. വേ ദിൻ മേം 3 ബജേ ആഗയെ. ഇങ്ങനെ 2 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കവിതയുടെ രൂപത്തിലും മറ്റൊന്ന് വാക്യത്തിൻ്റെ രൂപത്തിലും കൊടുത്തിട്ടുണ്ട്. താഴെ ക്വസ്റ്റ്യൻ നോക്കാം. കവിതാംശ് की संरचना और वाक्य की संरचना का अंतर पहचाने. കവിതാ രൂപീകരണവും വാക്യരൂപീകരണവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക. അടുത്ത ക്വസ്റ്റ്യൻ. कविता को गद्य में बदलने पर शब्दों के क्रम में क्या परिवर्तन आया है? കവിതയെ ഗദ്യരൂപത്തിലേക്ക് മാറ്റുമ്പോൾ വാക്കുകളുടെ ക്രമത്തിന് എന്തു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്? ഇതിലാദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കവിതാംശ് की संरचना और वाक्य की संरचना का अंतर पहचाने. കവിതാ രൂപീകരണവും വാക്യരൂപീകരണവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക. ഉത്തർ वाक्य के समान कविता में कर्त कर्म और क्रिया का क्रम नहीं है. വാക്യത്തിലേതുപോലെ കവിതയിൽ കർത്താവ്, കർമ്മം, ക്രിയ എന്നിവയുടെ ക്രമം ഇല്ല. അടുത്തത്. कविता को गद्य में बदलने पर शब्दों के क्रम में क्या परिवर्तन आया है? കവിതയെ ഗദ്യത്തിലേക്ക് മാറ്റുമ്പോൾ വാക്കുകളുടെ ക്രമത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത്? ഉത്തർ गद्य में कर्त कर्म और क्रिया का क्रम സഹി രൂപ സെ ആയാ ഹെ. ഗദ്യത്തിൽ കർത്താവ്, കർമ്മം, ക്രിയ എന്നിവയുടെ ക്രമം ശരിയായ രീതിയിൽ വന്നിട്ടുണ്ട്. അടുത്ത ടെസ്റ്റ് വർക്ക്. ഇൻ പങ്ക്തിയോं को गद्य की संरचना में बदल कर लिखिए. ഈ വരികളെ ഗദ്യരൂപത്തിലാക്കുക. താഴെ തന്നിരിക്കുന്ന വരികളെ ഗദ്യരൂപത്തിലേക്ക് ആക്കാനെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അവിടെ വരികൾ കൊടുത്തിട്ടുണ്ട്. ഏക് കെ ബാദ് ഏക് വേ ജുണ്ട് കെ ജുണ്ട് ധീരെ ധീരെ ആയേ. അതിന് വാക്യത്തിലോട്ട് മാറ്റുമ്പോൾ വേ ഏക് കെ ബാദ് ഏക് ജുണ്ട് കെ ജുണ്ട് ധീരെ ധീരെ ആയേ എന്ന് കിട്ടും. അടുത്തത്. വേ ദേർ തക് കർത്തേ രഹേ ഷഹർ കി പരിക്രമ. അതിന് വാക്യത്തിലോട്ട് മാറ്റുമ്പോൾ വേ ദേർ തക് ഷഹർ കി പരിക്രമ കർത്തേ രഹേ. അടുത്തത്.
तीन बजे दिन में आ गए वे. അതിനെ വാക്യത്തിലോട്ട് മാറ്റുമ്പോൾ വേ ദിൻ മേ 3 ബജെ ആ ഗയേ. അടുത്ത ടെസ്റ്റ് വർക്ക് ലേക്ക് ലിഖേം, ലേഖനം എഴുതാം. ഇവിടെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. മനുഷ്യ കെ ഹസ്തക്ഷേപ് സെ പ്രകൃതി കാ നാശ് ഹോ രഹാ ഹെ. മനുഷ്യൻ്റെ കൈകടത്തൽ മൂലം പ്രകൃതിക്ക് നാശം വന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതി കെ ജലസ്രോതം കാ നാശ് ഹോത്താ ജാ രഹാ ഹെ. പ്രകൃതിയുടെ ജലസ്രോതസ്സുകൾക്ക് നാശം വന്നുകൊണ്ടിരിക്കുന്നു. പര്യാവരൺ കാ സന്തുലൻ ബിഗട് രഹാ ഹെ. പരിസ്ഥിതിയുടെ സന്തുലനവും നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻ ബാത്തോं को ध्यान में रखते हुए अकाल में सारस कविता की व्याख्या कर लेख लिखे. ഈ കാര്യങ്ങളെ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് അകാൽ മേ സാരസ് കവിതയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലേഖനം എഴുതാം. उत्तर अकाल में सारस श्री केदारनाथ सिंह की एक कविता है जिसमें अकाल के समय पानी व दाने की गोज में शहर आए सारसों के झुंड के बारे में बताते हैं. അകാൽ മേ സാരസ് ശ്രീ കേദാരനാഥ സിംഗിൻ്റെ കവിതയാണ്. ഇതിൽ കവി ക്ഷാമകാലത്ത് വെള്ളവും തീറ്റയും തേടി പട്ടണത്തിലെത്തിയ സാരസ പക്ഷികളെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത്. സാധാരണത സാരസ് പക്ഷി മനുഷ്യസെ ദൂർ രഹനെ വാലേ ഹെ. സാരസ പക്ഷികൾ പൊതുവെ മനുഷ്യനിൽ നിന്നും അകന്നു ജീവിക്കുന്നവയാണ്. ഉൻഹെ മനുഷ്യസെ കിസി ഭി പ്രകാർ കാ സമ്പർക്ക് നഹി. ഇവയ്ക്ക് മനുഷ്യരുമായി യാതൊരുവിധ അടുപ്പവുമില്ല. യെ മനുഷ്യസെ ദൂർ ജലാശയോं व खेतों में छोटे छोटे जलजंतुओं को चारे के लिए गोच निकालते हैं. ഇവ പാടങ്ങളിൽ നിന്നോ ജലാശയങ്ങളിൽ നിന്നോ ചെറിയ ചെറിയ ജലജീവികളെയാണ് ആഹാരത്തിനായി കണ്ടെത്തുന്നത്. ऐसे पक्षीगण भी प्यास व भूख के मारे भीड़ भाड़ में आए हैं. അങ്ങനെ മനുഷ്യരുമായി യാതൊരുവിധ സമ്പർക്കവുമില്ലാത്ത പക്ഷിക്കൂട്ടമാണ് വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെയായപ്പോൾ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണത്തിലെത്തിയത്. अर्थात प्यास व भूख एक ऐसी सच्चाई है जब सह न सकने पर इसे मिटाने बिना भय से शत्रु या अपरिचित के पास जाने को प्रेरित करते हैं. അതായത് വിശപ്പും ദാഹവും എല്ലാ ജീവജാലങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഭയമൊന്നുമില്ലാതെ ശത്രുവിൻ്റെയോ അപരിചിതൻ്റെ മുമ്പിലോ ചെല്ലാൻ പ്രേരിപ്പിക്കുന്നു. ദുർഭിക്ഷ കെ സമയ് दिन के 3 बजे सारस के झुंड शहर में आ गए. ക്ഷാമകാലത്ത് പകൽ സമയം 3 മണിക്ക് സാരസ പക്ഷികളുടെ കൂട്ടം പട്ടണത്തിലെത്തി. യഹാം കവി അകാൽ കി ഭീഷൺ സ്ഥിതി കി ഓർ സംഗീത് കർത്തെ ഹെ. ഇവിടെ കവി ക്ഷാമകാലത്തിൻ്റെ ഭീകരതയാണ് സൂചിപ്പിക്കുന്നത്. വേ ചത്തോം ഓർ ബാർജോം പർ ദാൻ കി സൂഖി പത്തിയോं की गंध की तलाश करती है. അർത്ഥാത് ഹരിയാലി കഹി നഹീം ദീക് പടുത്തി. വീടുകളുടെ മേൽക്കൂരകളിലും ബാൽക്കണികളിലും ഉണങ്ങിയ നെൽക്കതിരുകൾ പരതി, അതായത് പച്ചപ്പ് എങ്ങും ഇല്ല എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. വേ പാനി കോ ഗോജത്തെ സുദൂർ ദേശ് സെ ആയേ തേ. इससे पता चलता है कि कई दिनों से कहीं पानी न बरसते. പക്ഷികൾ വെള്ളം തേടി വളരെ ദൂരെ നിന്നും എത്തിയതാണ്. ഇതിൽ നിന്നും നാളുകളായി ഒരിടത്തും മഴ പെയ്തിട്ടില്ല എന്ന് സൂചന. इसलिए सारे जलस्रोत सूख गए हैं और जो बचे प्रदूषित हो गए हैं. അതുകൊണ്ട് ജലാശയങ്ങളെല്ലാം തന്നെ വറ്റി വരണ്ടു, ശേഷിക്കുന്നവ മലിനവുമാണ്. അതഹ പാനി കോ ഗോജത്തെ ഉൻഹെ ദൂർ ദേശ് തക് ജാനാ താ. അതായത് വെള്ളം തേടി അവയ്ക്ക് വീണ്ടും പോകേണ്ടതുണ്ട്. उन्होंने स्वार्थता के कारण स्वच्छ और निर्मल प्रकृति का नाश किए मनुष्य की ओर घृणा से एक बार मुड़कर देखते आगे उड़ गए. സ്വാർത്ഥത മൂലം സ്വച്ഛവും നിർമ്മലവുമായ പ്രകൃതിയെ നശിപ്പിച്ച മനുഷ്യരുടെ നേർക്ക് വെറുപ്പോടെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി പക്ഷിക്കൂട്ടം മുമ്പോട്ട് പറന്നു. सारसों को पता तक नहीं था कि नीचे रहते हैं लोग जो उन्हें कहते हैं सारस. इससे पता चलता है कि सारस പക്ഷി को मनुष्य बिल्कुल अपरिचित है. അവയെ സാരസ പക്ഷികളെന്ന് പേരു നൽകി വിളിക്കുന്ന മനുഷ്യരാണ് താഴെ വസിക്കുന്നതെന്നു പോലും അവയ്ക്ക് അറിയില്ലായിരുന്നു. അതായത് സാരസ പക്ഷികൾക്ക് മനുഷ്യരുമായി യാതൊരുവിധ സമ്പർക്കവുമില്ല എന്ന് സാരം. ഇതിൽ നിന്നും മനസ്സിലാക്കാം മനുഷ്യർ സാരസ പക്ഷികൾക്ക് തികച്ചും അപരിചിതരാണെന്ന്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
पर्यावरण संरक्षण पर जोर देने वाले നാരെ लिखी. പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്രാധാന്യം നൽകുന്ന മുദ്രാവാക്യങ്ങൾ എഴുതാം. പ്രകൃതി കാ ന കരേം ഹരൺ. പ്രകൃതിയെ ഹരിക്കരുതേ. ആവോ ബച്ചായേം പര്യാവരൺ. വരൂ പരിസ്ഥിതിയെ രക്ഷിക്കാം. പ്രകൃതി കി സുരക്ഷ ഹമാരി സുരക്ഷ. പ്രകൃതിയുടെ സുരക്ഷയാണ് നമ്മുടെ സുരക്ഷ. പര്യാവരൺ സാഫ് രഖോ ജീവൻ ബച്ചാവോ. പരിസ്ഥിതിയെ ശുദ്ധിയായി വെക്കൂ, നമ്മുടെ ജീവൻ രക്ഷിക്കൂ. പേഡ് ലഗാവോ പര്യാവരൺ കി രക്ഷ കരോ. മരം നടു, പരിസ്ഥിതിയെ രക്ഷിക്കൂ. അടുത്തതൊരു പോസ്റ്റർ നോക്കാം. പാനി ഏവം പര്യാവരൺ കി രക്ഷാ പർ ധ്യാൻ ദിലാത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരേ. ജലവും പരിസ്ഥിതിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു പോസ്റ്ററാണ്. ജൽ ഹേ തോ ജീവൻ ഹേ, ജീവൻ ഹേ തോ യേ പര്യാവരൺ ഹേ. हम सबका एक ही सपना इस पृथ्वी को बचाना. तुम मुझे जल दो, मैं तुम्हें जीवन दूंगा. ഇത്തരത്തിലുള്ള മെസ്സേജുകൾ കൊടുത്തതിന് ശേഷം അതിനാസ്പദമാക്കിയിട്ടുള്ളൊരു ചിത്രവും കൊടുക്കാം. അങ്ങനെ നല്ല ആകർഷകമാകും വിധം പോസ്റ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.